ഇതാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഇതാ ഒറിജിനൽ പാകന് നമ്മൾ ചെറിയ ചില്ലറ പരിപാടി ചെയ്തിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ യഥാർത്ഥ ലുക്ക്. ഇതാ മണ്ണ് ഉള്ള ഭാഗങ്ങൾക്ക് മണ്ണൊക്കെ പോയി ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫുള്ള് ടച്ച് ചെയ്യുക, അതൊരു ഷേപ്പ് ഒരു കോലത്തിലാക്കിയിരിക്കണം. അതാണ് നമ്മളെ മുതലാളി നമ്മൾ തമ്മിലുള്ള ഇത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും നമ്മളതായിട്ടുള്ള വെറൈറ്റികൾ എന്തെങ്കിലും വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു മരക്കുറ്റി സെറ്റ് ചെയ്ത് മരക്കുറ്റി ഉണ്ടാക്കുകയാണ്. അവിടെയുള്ള കല്ലും ഇതൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അവിടെയുള്ള അതിനായിട്ട് സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ വേര് കട്ടാക്കിയ രീതിയിലാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ അതിനൊരു ലുക്ക് കൊടുക്കണില്ല, ഇങ്ങനെ നോക്കിയിട്ട് ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ വേര് താഴത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലായി. അങ്ങനെ നമ്മളിതാ വേര് താഴത്തേക്ക് ഇറങ്ങിയ രൂപത്തിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അത്യാവശ്യം ഇപ്പോൾ കുഴപ്പമില്ലാതെ കാണാൻ കുഴപ്പമില്ലാത്ത രീതി. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗങ്ങളും മണ്ണുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ സിമെൻറ്റ് അടച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മളെ മെയിൻ പണി. അതാണ് അതിൻ്റെ ഇടയിൽ നമ്മളിത് ചെയ്യണമെന്നുള്ളൂ. അങ്ങനെ എല്ലാ ഭാഗത്തും അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ അടച്ച് നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അതിൽ പണിയെടുക്കാനുള്ളത്. കാരണം ഇത് ഇവിടെ കല്യാണമുണ്ട് ഈ ആഴ്ചയിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിത് ഫുള്ള് അടിച്ച് ചെടി വെക്കാനുള്ള 2 സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടോ. 2 ചെടി വെക്കാനുള്ള ഒരു റൗണ്ട് നമ്മൾ കെട്ടി അതിൽ മണ്ണിട്ട് കൊണ്ട് പാറിൻ്റെ ഇതിലായതുകൊണ്ട് ശരിക്കും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ 2 ചെടികൾ കൊടുന്ന് വെച്ച് അങ്ങനെ ഫുള്ള് പാക്ക് ചെയ്ത് കണ്ട് ഇതാ ചൂലിട്ട് നല്ല അടിച്ച് വൃത്തിയാക്കുകയാണ്. ചൂലിട്ട് അടിച്ച് നല്ല ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് ഇതിന് കളർ ചെയ്യാൻ. കാരണം ഫുള്ള് കച്ചറ പോകുന്നാലേ നമുക്ക് കളർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ മരത്തിന് എന്താ നമ്മൾ വൈറ്റ് വാഷ് അത്യാവശ്യം കട്ടി തന്നെ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് കളർ ചെയ്യുമ്പോൾ ആദ്യം വൈറ്റ് വാഷ് അടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കളർ ചെയ്തിരുന്ന പിറ്റേ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തെ കളറിൻ്റെ മങ്ങിച്ച് വരും. അതാണ് ഇവിടെയൊക്കെ നമുക്ക് കളർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്ത മരത്തിൻ്റെ കുറ്റിക്ക് എന്തെങ്കിലും കളർ അടിച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് നല്ല ടൈറ്റിൽ തന്നെ അടിച്ചിട്ടുണ്ട്. 2ാം കൂട്ട് അടിക്കുന്നില്ല, ഈ ഒറ്റ കൂട്ട് തന്നെ വൈറ്റ് വാഷ് നിർത്തും. അതിന് വേണ്ടിയിട്ടാണ്. ഒറ്റ കൂട്ട് തന്നെ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യും, ഈ പാറൊക്കെ ഒന്ന് കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അങ്ങനെതാ നമ്മളെ മരക്കുറ്റിക്ക് ഏകദേശം വൈറ്റ് വാഷ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുടങ്ങാനുള്ളത് ഫുള്ളായിട്ട് ചെയ്ത് അത്യാവശ്യം കട്ടി തന്നെ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. മറ്റേതാണെങ്കിൽ വലിച്ച് അടിച്ചാൽ മതി. ഇതിപ്പോൾ ഏകദേശം ടൈറ്റിലാകില്ല. ഇന്ന് തന്നെ കളർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. മറ്റേതാണെങ്കിൽ ഒരു ദിവസം അടിച്ചിട്ട് പോയി പിറ്റേ ദിവസം ചെയ്താൽ മതി. ഇത് വന്നാൽ അന്ന് തന്നെ ഇത് നമ്മൾ ഫുൾ പാകക്ക് നമ്മൾ ബ്ലാക്ക് അടിച്ച് ഫുള്ളാക്കുന്നുണ്ട്. ഫുള്ള് ബ്ലാക്ക് അടിക്കണം. ബ്ലാക്ക് അടിച്ചിട്ട് ഇരുന്നിട്ട് വേണം നമ്മളതിൻ്റെ കളർ ചേഞ്ച് ചെയ്യൽ. ഇപ്പോൾ കാണുമ്പോഴുള്ള ആ കളറിന് മാറ്റം നമ്മൾ വരുത്തും. അപ്പോൾ അതിനുള്ള പരിപാടി. അപ്പോൾ ഏകദേശം നമ്മൾ കറുപ്പ് ഫുള്ളടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റാക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും ഒരു പാറിൻ്റെ ലുക്കിലോട്ട് ഇപ്പോൾ ആ പഴയ ലുക്കൊന്നും മാറിയല്ലോ. അങ്ങനെ നമ്മൾ ആ മരത്തുമ്പോൾ അതേ കളർ തന്നെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കളർ ചേഞ്ച് ആക്കും. അതിപ്പോൾ ഒന്ന് സെറ്റാകാൻ വേണ്ടി വലിഞ്ഞ് പോവുകയാണെങ്കിൽ വലിഞ്ഞ് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. മറ്റേതെന്താ വെച്ചാൽ നമ്മൾ സാധാ കളറിങ് ചെയ്യുമ്പോൾ ആ കളർ അതിൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് വലിഞ്ഞ് പോകും. അപ്പോൾ കളർ ക്രമേണ ഫസ്റ്റ് അടിച്ച കളർ ഒന്ന് എന്താ വെച്ചാൽ പെട്ടെന്ന് പരിപാടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രശ്നം. ഇതിപ്പോൾ മറ്റന്നാളവിടെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ കളർ ഒന്ന് ചേഞ്ച് വരുത്തിയതാണ്. അതിന് മേലെ കൂടെ നമ്മൾ അടിക്കാൻ വിചാരിച്ച കളർ അടിച്ചു. അപ്പോൾ ഏകദേശം ഒരു സാധാ മരത്തിൻ്റെ ലുക്കിലിട്ടുള്ള കളർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അത് കളർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഏകദേശം ആ മരത്തിൻ്റെ ലുക്കിലെ കളറിലേക്കായി. മറ്റേ ഇനി എന്താ വെച്ചാൽ ഈ കളർ മാഞ്ഞു പോവില്ല. കാരണം ഇത് അതിന് സെറ്റാവും. മറ്റേ തന്നെ ഫസ്റ്റ് അടിച്ച കളർ ഉള്ളിലോട്ട് വലിഞ്ഞു പോയാലും ഇത് അഴിമുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിന് കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താണ്ട് അത് നമ്മൾ വരുത്തും. ഓരോ ഈ ഉണങ്ങലിനനുസരിച്ചാണ് ഓരോ പരിപാടികൾ നമ്മൾ ചെയ്യൽ. അതിൻ്റെ ഇടയിൽ നമ്മൾ പാറയ്ക്ക് ചെറിയ ടച്ചിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് പാറിൻ്റെ കളർ മാറിയത് കണ്ടിട്ടില്ലേ. എന്താണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കളർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ പാറിൻ്റെ കളറിൽ ഇവിടെയൊക്കെ നമ്മൾ ആ ബ്ലാക്ക് അടിച്ചു കൊടുത്ത് കുറച്ച് കളർ ടച്ച് ചെയ്ത് കണ്ട് സാധാ പാറിൻ്റെ കളറിലായിട്ടുണ്ട്. അങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ചെടി നമ്മൾ അതിൽ വാങ്ങി വെച്ചതാണ്. അതിനോട് സെറ്റാക്കിയാണ് അവിടെ ഒരു കുയ്യെത്തിക്കാണ്ട് വല്ല അതിൽ മണ്ണിട്ടിട്ട് അതിലാണ് ചെടി വെച്ചത്. ആ പാറിൻ്റെ മേലെ സാധാരണ വരുന്ന പോലെ ചെടികളുമായി കാണുമ്പോൾ ലുക്കുമായും ചെയ്ത്. അപ്പോൾ അതിന് വേണ്ടി ഈ പാറമ്പേൽ ഇതിങ്ങനെയാണ് ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് വേറെ കളർ എടുത്ത് നമ്മൾ ടച്ച് ചെയ്യും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഒറിജിനൽ പാറിൻ്റെ ഷേപ്പിലായിട്ട് തന്നെ ആവും. അങ്ങനെ നമ്മൾ ഈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ
നമ്മൾ ഓരോ കളറുകളുണ്ട് അതിനായിട്ട്. അപ്പോൾ ആ കളറുകൾ നമ്മൾ ചെയ്യണത്, ആ കളർ നമ്മൾ ഇത് കാണിച്ചിട്ടില്ല, എന്നാൽ അത് നമ്മൾ കുറച്ചെടുത്തിട്ട് ചെയ്യണത്, ഇതിന് മാത്രം ചെയ്യുന്ന പരിപാടിയാണത്. അപ്പോൾ ഏകദേശം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കളർ ചെയ്ത് ഇത് ഫുള്ള് ബ്ലാക്ക് അടിച്ചതിന് ശേഷമാണ് ചെയ്യണത്. അതായത് നമ്മൾ ഈ പകുതിയിൽ പാറിൻ്റെ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ പല പല കളറുകളും ഉപയോഗിച്ച് നമ്മൾ ഓരോ കാണുന്ന രൂപത്തിലാക്കണം. അങ്ങനെ പിന്നെ അതിൻ്റെ മതിൽ മാത്രം പ്ലെയിനായി കിടന്നപ്പോൾ അതൊരു പോരായ്മ. അപ്പോൾ പിന്നെ എന്ത് നമ്മൾ അതിന് ചെറിയൊരു ചേഞ്ച് വരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ചേഞ്ച്. ഇതിനോട് യോജിച്ച് കാണാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നുള്ളൊരു കണക്കൂട്ടലാണ് അതിന് പച്ചടിച്ചിട്ടുണ്ട്. മറ്റിവിടൊക്കെ അല്ല കുഴപ്പമില്ലാത്ത രീതിയിലായിക്കാണ്ട് ഞാൻ ഇവിടെ ഒന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനത് ഫുള്ള് പച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു വരാം, കൂടുതലൊന്നുമില്ല, ചെറുതായിട്ടൊരു വരക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ പച്ചനെ നല്ല ഇതിലായിട്ട് നമ്മൾ ചെടികൾ നിൽക്കണ മാതിരിക്കുള്ള കളറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അതിൻ്റെ മേലെ സൈഡിലിതാ വരക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു കല്ല്, സാധാ കല്ല് പാറൻ്റെ അവിടെ ശരീര സംബന്ധമായിട്ടുള്ളത് തന്നെ വരക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കൂടുതൽ വരയ്ക്കാൻ ടൈമില്ല. കൂടുതൽ ഇനി ഇവിടെ നാളെ കല്യാണമാണ്, നാളെ മറ്റന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പരിപാടി. അപ്പോൾ പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടി. അതുകൊണ്ടാണ് ഇത് സിമ്പിളായിട്ടൊരു സീനറി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു വര, അത്രേ ഉള്ളൂ. ഒരു ചേഞ്ച് വരുത്തിയിട്ടൊരു കളറ് ഇതിലിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ പാറക്കെട്ടിനോട് സംബന്ധമായിട്ടുള്ള ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചെയ്യണേ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ 2 ചെടികളും വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ വരയ്ക്കുന്നുണ്ട്. അത് വരയ്ക്കണത് വല്ല വീഡിയോ എടുത്തിട്ടില്ല, എന്നാലും അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങും. ഇപ്പോൾ ഈ സൈഡിൽ ഏകദേശം വരച്ച് ചെറിയ മട്ടത്തിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു കൊക്കിനെ വാങ്ങിയിരുന്നു, സാധാരണ നമ്മൾ ഉണ്ടാക്കലാണ്. അത് അതിൻ്റെ അടുത്ത് വെച്ച് മരത്തിൻ്റെ കളർ ഒന്നും കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒറിജിനൽ പാറൻ്റെ ലുക്കിലേക്കായി. അത് വരക്ക് കഴിഞ്ഞിട്ടുണ്ട്. വര പറയണമെന്നില്ല, എന്നാലും നമ്മൾ അതിനോട് സംബന്ധമായിട്ട് ചെറിയ ഗാർഡൻ്റെ പച്ചപ്പ് തന്നെ ആക്കി കൊടുത്ത്. അങ്ങനെ നമ്മൾ ഫുൾ പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ പാറയുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ആരെയും വീടുകളിലുണ്ടാവും സൈഡ് ഭാഗത്തുകൾ നാച്ചുറൽ പാറ, അത് അവിടത്തൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വലിയ ഉദാഹരണമാണിത്. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ. പിന്നെ ഇത് പണി നടക്കുന്ന അച്ഛനമ്പലം ഭാഗത്താണ് ഈ പണി നടന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.